ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയും ലക്ഷ്മിയും കൂടിയിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് മേഘയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മുത്തശ്ശിയും മനോഹരനും കൂടി നല്ല സന്തോഷത്തോടു കൂടി ആ കല്യാണത്തിന് വരാമെന്നൊക്കെ പറയുന്ന സമയത്ത് ലക്ഷ്മി മേഘയോട് പറയാണ്, നീയും കല്യാണത്തിന് തീർച്ചയായിട്ടും വരണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ മേഘ ദേഷ്യത്തോടെ പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശി വേഗം തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മി നിനക്കൊന്നും തോന്നണ്ട, മേഘ ചെറിയ കുട്ടിയല്ലേ, തീർച്ചയായിട്ടും ഞാൻ അവളെയും കൂട്ടിയിട്ട് കല്യാണത്തിന് വരാം. ശരി ചെറിയമ്മേ, അങ്ങനെ ചെയ്തോളൂ. ലക്ഷ്മി സമ്മതിക്കുകയാണ്. എന്നിട്ട് മനോഹരനെയും വിളിക്കുന്നുണ്ട്. മനോഹര, നീ എന്തായാലും വരണം. പിന്നെ ഞാൻ വരാതിരിക്കുമോ ചേച്ചി? ആദ്യം വരുന്ന ആൾ ഞാനായിരിക്കും. മനോഹരന് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. മേഘ ഈ സംസാരമൊന്നും ഇഷ്ടപ്പെടാത്ത മട്ടിലിരിക്കുകയാണ്. അത് ശ്രദ്ധിച്ചിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, മേഘ തീർച്ചയായിട്ടും എൻ്റെ കല്യാണത്തിന് നീ വരണം. ചന്ദ്രിക ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും മേഘയുടെ മുഖത്തെ ഭാവം മാറുവാണ്. അവൾ തിരിച്ചു പറയുന്നുണ്ട്, ഓ ഞാൻ തീർച്ചയായിട്ടും വരാം. നിന്റെ കല്യാണത്തിന് മഹേഷിനെ ക്ഷണിച്ചിട്ടുണ്ടോ? അത് കേട്ടതും ചന്ദ്രികയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ മുഖം വാടുവാണ്. മാത്രമല്ല ഇവളെ എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് മുത്തശ്ശി ഇരിക്കുന്നത്. അയ്യോ, ഇവളിപ്പോൾ എന്തിനാ ഇത് ചോദിച്ചത് എന്നൊരു ഭാവത്തിൽ. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ ചന്ദ്രികയെ നോക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ കല്യാണത്തിന് മേഘയെ ക്ഷണിച്ചത് എന്നൊരു ഭാവത്തിൽ. ലക്ഷ്മിക്ക് എന്തെങ്കിലും മേഘയോട് പറയാതെ തൃപ്തി ഉണ്ടായിരുന്നില്ല. അല്ല മേഘ, ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടും നിനക്ക് ഒന്നും തിരുത്താനും മാറാനും തോന്നുന്നില്ല അല്ലേ? നിനക്ക് കുറച്ചൊന്നുമല്ല അഹങ്കാരം. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എങ്കിലും ദേഷ്യത്തോടെ മേഘയോട് അവർ ശാസിക്കുകയാണ്, മേഘ വീട്ടിൽ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുക? അതിനുശേഷം ചന്ദ്രിക മേഘയോട് പറയാണ്, മേഘ ഞങ്ങളുടെ കല്യാണത്തിന് മഹേഷ് വരുന്നുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഭയവും ഇല്ല. അമ്മ വാ നമുക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള ബാക്കി രണ്ടുപേരോട് യാത്ര ചോദിച്ചിട്ട് ചന്ദ്രികയും അമ്മയും പോവുകയാണ്. അപ്പോഴാണ് മനോഹരൻ പറയുന്നത്, കോഫി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. വെറുതെ പറയുന്നതാണ്. അപ്പോൾ ലക്ഷ്മിയോട് ചെറിയമ്മ പറയുന്നുണ്ട്, മുത്തശ്ശി പറയാണ്, ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വരാൻ ലക്ഷ്മി. ശരി എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി പോകുന്നത്. അവർ രണ്ടുപേരും അവിടുന്ന് പോയ ശേഷം മനോഹരൻ മേഘയെ ശാസിക്കുകയാണ്, ഏയ് മേഘ, വീട്ടിൽ വരുന്നവരോട് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ലേ നിനക്ക്? മുത്തശ്ശിയാണെങ്കിൽ ചന്ദ്രികയും ലക്ഷ്മിയും പോയതിന് ശേഷം അവർ കൊണ്ടുകൊടുത്ത ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തുറന്നു നോക്കുവാണ്. അപ്പോൾ അതെടുത്തപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി, ഇത് അടിപൊളി വില കൂടിയൊരു കല്യാണ ലെറ്റർ തന്നെയാണ്. അപ്പോൾ പിന്നെ കല്യാണ ലെറ്റർ ഇങ്ങനെയാണെങ്കിൽ കല്യാണം എത്രത്തോളം ഘോഷമായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മനോഹരനും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നുകയാണ്. അയാളെ സംബന്ധിച്ച് എപ്പോഴും ഫുഡിനെ കുറിച്ചാണ് അയാൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ അത് കേട്ട സമയത്ത് മേഘയുടെ മുഖത്ത് ദേഷ്യം നിറയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം എന്തു തന്നെയായാലും നാട്ടിൽ ഒട്ടാകെ അറിയിച്ചുകൊണ്ടുള്ള കല്യാണമായിരിക്കും. മനോഹരൻ പറഞ്ഞു കേട്ടതും മേഘ ചാടി എഴുന്നേറ്റിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ ഇൻവിറ്റേഷൻ ലെറ്റർ പിടിച്ചു വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആ ലെറ്റർ തുറന്ന് അതിനകത്ത് നിന്ന് അവരെഴുതിയിട്ടുണ്ടായിരുന്ന ആ പ്രിൻ്റ് എടുത്ത ലെറ്റർ എടുക്കുകയാണ്. എന്നിട്ട് അത് വായിക്കാൻ പോലും നിൽക്കാതെ മേഘ അത് മുഴുവനായിട്ട് വലിച്ച് കീറുന്നുണ്ടായിരുന്നു. ഏയ് മേഘ നീ എന്തേ ചെയ്യുന്നേ എന്ന് രണ്ടുപേരും ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മേഘ ഗൗനിക്കുന്നതേ ഇല്ല. അവളത് വലിച്ചു കീറി ഓരോ ഭാഗത്ത് മാറ്റി. അതിനുശേഷം മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന താലം വാങ്ങിച്ച് അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് ഫ്രൂട്ട്സ് അടക്കം അവൾ വലിച്ചെറിയാണ്. അത് കണ്ടപ്പോൾ തന്നെ മനോഹരൻ ആകെ വിഷമാവുന്നുണ്ട്. ഏയ് മേഘ, ഫ്രൂട്ട്സ്. മേഘയുടെ കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. കല്യാണമാണത്ര, കല്യാണം. പിന്നെ വലിയ കല്യാണമാണല്ലോ. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. അപ്പം തന്നെ മുത്തശ്ശി അവളെ വാൺ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക് മേഘ, സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കാര്യത്തിൽ നീ ഒരിക്കലും ഇടയിൽ കയറി കളിക്കാൻ നിൽക്കണ്ട. ദയവ് ചെയ്ത് ഇനി നീ ഈ വിഷയത്തിൽ തലയിടാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അതാണ് നിനക്ക് നല്ലത്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ചന്ദ്രികയെ ഞാൻ ജീവിക്കാൻ അനുവദിക്കണം അല്ലേ? ഞാൻ അവളെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇത് സത്യമാണ്. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഓർത്തു വെച്ചോ, ഈ കല്യാണം ഒരു കാലത്തും നടക്കില്ല. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നിങ്ങൾ രണ്ടുപേരും കാത്തു നിന്ന് കണ്ടോ. മേഘ അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. ഭ്രാന്തായിരിക്കുകയാണ് ഇവക്ക്, ഭ്രാന്തുള്ളവൾ. എല്ലാം എൻ്റെ തലയിലെഴുത്താണ്. ചേച്ചി, ഞാൻ വീണ്ടും ചേച്ചിയോട് പറയുകയാണ്, ചേച്ചി എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേഘയുടെ ബുദ്ധി മുഴുവൻ പോയി ചേച്ചി. ഇവളറിയാതെ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് ഇവളെ താഴേക്ക് തള്ളിയിടാം. അല്ലെങ്കിൽ ഇവൾ നമ്മുടെ രണ്ടുപേരെയും തള്ളിയിടും ചേച്ചി. നീ നിൻ്റെ വായ് പൂട്ടി നിൽക്കാൻ നോക്ക്. എന്തെങ്കിലും ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ പോയി അവൾ വലിച്ചെറിഞ്ഞ ആ ആപ്പിളും ഓറഞ്ചൊക്കെ എടുത്തു വെക്ക്. പിന്നെ പഴം ബാക്കി ആരെടുത്ത് വെക്കും? നിനക്ക് തന്നെ തിന്നാൻ വേണ്ടിയാണ്. അതെ ചേച്ചി, ഇങ്ങനെ നല്ല നുണ പറഞ്ഞോ.
ഇനി എങ്ങനെ മേഘയെ നന്നാക്കാമെന്നോർത്ത് ആദ്യോടെ നിൽക്കുകയാണ് മുത്തശ്ശി. പിറ്റേന്ന് നേരം പുലർന്ന സമയത്ത് പൂജാമുറിയിലാണ് ആരതി ഉള്ളത്. അവൾക്കൊപ്പം കൂട്ടായിട്ട് ജാനകി ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ സമയത്ത് മുത്തശ്ശൻ കയ്യിലൊരു ബോക്സുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജാനകി, ആ പറയൂ അച്ഛാ, ഇത് എൻ്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണമായിരുന്നു, അതായത് നിൻ്റെ അമ്മ. പക്ഷെ ഇത് ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ശരിക്കു പറഞ്ഞാൽ അടുത്തതായിട്ട് കൊടുക്കാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ ചന്ദ്രികയാണ്. അത് അവൾക്ക് നീ കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പയ്യൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണ്ണമായിട്ട് വേണം നീ ഇത് കൊടുക്കാൻ. അത് അവരുടെ നാട്ടിലൊരു ആചാരമാണ്, പയ്യൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണ്ണം എന്നുള്ളത്. അത് കേട്ടപ്പോൾ ജാനകിക്കും ആരതിക്കും വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവരുടെ വകയായിട്ട് കൊടുക്കാൻ അവരുടെ കയ്യിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ളൊരു ചെക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ അങ്ങനെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ട് വേണം കല്യാണം നടത്താൻ. പിന്നെ സ്വർണം പോകുന്നത് മറ്റാർക്കുമല്ല, ചന്ദ്രികയ്ക്കാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷവും അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മഹേന്ദ്രനും ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ തന്നെയാണ് മഹേന്ദ്രനെ വിളിച്ച് നിർത്തുന്നത്. ജാനകി പയ്യൻ്റെ വീട്ടുകാരുടെ വകയായിട്ട് തരുന്ന സ്വർണം തരാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീധനം കൊടുക്കുന്നത് പോലെ പയ്യൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് അവരിതിനെക്കുറിച്ച് കരുതുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ലക്ഷ്മിയും മഹേന്ദ്രനും ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചന്ദ്രികയുടെ കയ്യിലേക്ക് തന്നെ ജാനകി കൊടുത്തോട്ടെ, അതല്ലേ നല്ലത്. മഹേന്ദ്രൻ പറഞ്ഞപ്പോൾ ജാനകി അത് സമ്മതിക്കുകയാണ്. ലക്ഷ്മി ചന്ദ്രികയെ വിളിച്ച് വരുത്തിയപ്പോൾ കാര്യം അന്വേഷിക്കുന്നുണ്ട് അവൾ. അപ്പോൾ ജാനകിയും ലക്ഷ്മിയാണ് ചന്ദ്രികയോട് പറയുന്നത്, ഇത് പയ്യൻ്റെ വീട്ടുകാർ തരുന്ന സ്വർണത്തിൻ്റെ ആ ഒരു ചടങ്ങാണ്, ഇത് ജാനകിയുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ഒന്ന് മടിച്ച് നിൽക്കുകയാണ്. കാരണം ജാനകിയുടെ കയ്യിൽ സ്വർണ്ണമൊന്നും ഇല്ല എന്നുള്ളത് ചന്ദ്രികയ്ക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേ ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് ഇത് പയ്യൻ്റെ വീട്ടുകാർ നടത്തുന്നൊരു ചടങ്ങാണ്, അപ്പോൾ എന്തായാലും അത് വാങ്ങിക്കണം എന്ന്. ജാനകിയും പറയുകയാണ് ഇത് ഒരു കാലാകാലങ്ങളായിട്ട് നടന്നു പോരുന്നൊരു സമ്പ്രദായമാണ്, വേണ്ടാന്ന് പറയരുത്, ഇത് വാങ്ങിക്കണം ചന്ദ്രിക. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ മടിച്ചു നിന്ന സമയത്താണ് ജാനകി അങ്ങനെ പറയുന്നത്. അവസാനം എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ചന്ദ്രിക അത് വാങ്ങിക്കുകയാണ്. അവൾക്കും അത് കിട്ടിയപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനകി നിറകണ്ണുകളോട് പറയുന്നുണ്ട്, മുൻപ് നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ആരതിക്ക് വേണ്ടി ഒരു മടിയും കൂടാതെ കൊടുത്തവളാണ് നീ. മകളെക്കുറിച്ച് ജാനകി പറയുന്നത് കേട്ട് അഭിമാനത്തോടെ നിൽക്കുകയാണ് ലക്ഷ്മിയും മഹേന്ദ്രനും. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു സ്വർണം പോലും നീ മാറ്റി വെച്ചിട്ടില്ല. അതൊക്കെ എങ്ങനെ തിരിച്ച് ചെയ്യുമെന്നറിയാതെ വല്ലാതെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നാൽ ദൈവം എൻ്റെ അച്ഛൻ്റെ രൂപത്തിൽ വന്ന് എനിക്ക് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നിട്ട് ഈ ഒരു കടമ നിർവഹിക്കാൻ എനിക്ക് സാധിക്കുന്ന വിധത്തിലാക്കി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അച്ഛന് നേരെ കൈകൂപ്പി നിൽക്കുകയാണ് ജാനകി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ മനസ്സ് പോലെയാണ് അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുക. അങ്ങനെയാണ് ചന്ദ്രികയ്ക്ക് ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടിയത്. ചന്ദ്രിക ആ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയാണ്. ആ സ്വർണത്തെക്കാൾ ഉപരി അത് വാങ്ങിക്കാൻ താൻ ഇപ്പോൾ യോഗ്യതയുള്ളവളാണെന്നുള്ളതാണ് ചന്ദ്രികയെ സന്തോഷപ്പെടുത്തിയത്. അപ്പോഴേക്കും ആകാശവും സിദ്ധാർത്ഥവും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആഹാ, ഇതെന്താ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകുന്ന പരിപാടിയുള്ളൂ, ആണിൻ്റെ വീട്ടുകാർക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുക്കില്ലേ? ആ, നീ ടെൻഷൻ ആവണ്ട, നിനക്കുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ലക്ഷ്മി, അത് എടുത്തിട്ട് വാ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മാമ ഞാൻ തമാശ പറയാണ്, നിങ്ങളെന്തോ ഇതൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചതുപോലെ ഉണ്ടല്ലോ. ഇതൊക്കെ സമ്പ്രദായമാണ്, ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പയ്യൻ്റെ വീട്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മഹേന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആ ഒരു തട്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേരും ചേർന്നിട്ട് ജാനകിക്ക് കൊടുക്കുകയാണ്. പയ്യൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു ആഭരണങ്ങളും അടങ്ങിയൊരു പെട്ടിയൊക്കെ, അതിൽ മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക, മോള് പോയി ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് പുതിയ സാരി ഉടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ. ശരി മുത്തശ്ശ. സിദ്ധു, നീയും പുതിയ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വാ. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മത്സരം വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആരതി ചോദിക്കുകയാണ്, എന്ത് മത്സരമോ? അതേ മോളെ, എന്ത് മത്സരമാണ് മുത്തശ്ശ? പെണ്ണും ചെക്കനും ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ടേക്ക് വരട്ടെ, അപ്പോൾ ഞാൻ പറയാം എന്താ മത്സരമെന്ന്. ചന്ദ്രിക, സിദ്ധു, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് പെട്ടെന്ന് തന്നെ വാ. അപ്പോൾ അവർ രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയ ആ ഒരു സമ്മാനമായിട്ട് പോവുകയാണ്. അപ്പോൾ ആരതി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, എന്തോ ഒരു വലിയ മത്സരമാണെന്ന് തോന്നുന്നല്ലോ. ആ, കാത്തിരുന്ന് കാണാം. അദ്ദേഹം ആരതി ഒന്നുകൂടി ചൂട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതേസമയം മേഘയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പോൾ നഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. മേഘ അകത്തേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് മേഘ, ഇവിടെ ഇരിക്ക്. എന്താ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം? അത് പിന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് വല്ലാത്ത ഛർദ്ദിക്കാൻ വരുന്നത് പോലുള്ളൊരു ടെൻഡൻസി തോന്നുവാണ്. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ തല കറങ്ങുന്നു. പിന്നെ
എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. അതുമാത്രമല്ല വല്ലാതെ ക്ഷീണവും ഉറക്കമൊക്കെ തോന്നുന്നു. അതുമാത്രമല്ല എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് വരെ ഇപ്പോൾ ഒരുപാട് നീണ്ടുപോകുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് മേഘയെ പരിശോധിക്കുകയാണ് ഡോക്ടർ. അതിനുശേഷം നഴ്സിനോട് BP ഒക്കെ നോക്കാൻ പറയുന്നുണ്ട്. പിന്നീട് പേപ്പറിൽ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് സിസ്റ്ററോട് പറയാണ് ഇവരെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരൂ. ഒരു നിമിഷം, ഇതെന്തൊരു ടെസ്റ്റാണ് ഡോക്ടർ? മേഘ മനസ്സിലാവാതെ ചോദിക്കുകയാണ്. ടെൻഷനാവൊന്നും വേണ്ട, ഇത് നോർമൽ ടെസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ലാബിൽ പോയിട്ട് ബ്ലഡും യൂറിനും ഒക്കെ കൊടുത്തിട്ട് വരൂ. അതിനുശേഷം ഒരു സ്കാൻ കൂടി ചെയ്യാനുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് മേഘ നേഴ്സിൻ്റെ കൂടെ പോവുകയാണ്. നേഴ്സ് അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മേഘയുടെ ബ്ലഡ് ആദ്യം എടുക്കുന്നുണ്ട്. പിന്നീട് യൂറിൻ എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. മേഘ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സിസ്റ്റർ പറയുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളെ വിളിപ്പിക്കും. ശരി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മേഘ വീണ്ടും പോയി കാത്തിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവളുടെ മനസ്സിങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷം ഡോക്ടർ മേഘയെ വിളിപ്പിക്കുകയാണ്. റിപ്പോർട്ടൊക്കെ കിട്ടിയോ ഡോക്ടർ? ആ കിട്ടി, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ പറയാണ്. റിപ്പോർട്ട് മുഴുവൻ വായിച്ചതിന് ശേഷം ഡോക്ടർ മേഘയോട് പറയുന്നുണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് നോക്കിയതിൽ നിന്നും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്. സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ അത് കേട്ടതും മേഘ വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് ഭർത്താവില്ലല്ലോ. അപ്പോൾ ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്ന ആ ഒരു മാനസികാവസ്ഥ. ഡോക്ടർ 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 എന്താ പറഞ്ഞത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ? ആ അതെ, നിങ്ങൾക്കെടുത്ത സ്കാനിങ് റിപ്പോർട്ടിൽ 62 ദിവസമുള്ള ഒരു നിങ്ങളുടെ വയറ്റിൽ വളർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡോക്ടർ എന്താ ഈ പറയുന്നത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ? നോ, അതിനുള്ള ഒരു ചാൻസും ഇല്ല ഡോക്ടർ. ഞാനും എൻ്റെ ഹസ്ബൻഡും സെപ്പറേറ്റ് ആയിട്ട് 5 വർഷത്തിലധികമായി. അത് കേട്ടപ്പോൾ ഡോക്ടറാണ് പിന്നീട് ഞെട്ടിയത്. പിന്നെ എങ്ങനെ നിങ്ങൾ കൺസീവ് ആണെന്നുള്ള റിപ്പോർട്ട് വന്നത്? ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? നോ ഡോക്ടർ, അങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ എങ്ങനെയാ? ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. മേഘ ആകെ ഷോക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണുള്ളത്? അയാൾ UK യിലാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ആരാണെന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. മേഘയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളിങ്ങനെ വെട്ടി വിയർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റായിട്ടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടോ? ഇല്ല, അങ്ങനെ ശീലമായിട്ടൊന്നുമില്ല. വല്ലപ്പോഴും മദ്യപിക്കും. താൻ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്കായിട്ട് ഗെറ്റ് ടുഗദറിനോ മറ്റോ പോവാറുണ്ടോ? അത്യാവശ്യം പോവാറുണ്ട് ഡോക്ടർ. അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെ ആരോ മിസ്യൂസ് ചെയ്തതായിരിക്കാനാണ് സാധ്യതയുള്ളത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എന്തായാലും നിങ്ങൾ വീട്ടിൽ പോയൊന്ന് ആലോചിച്ച് നോക്കൂ. മേഘ ആകെ വിയർത്തൊരു പരുവായിട്ടുണ്ട്. അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കുറച്ച് ടാബ്ലറ്റൊക്കെ എഴുതിയിട്ട് മേഘയ്ക്ക് കൊടുക്കുവാണ്. മേഘയാണെങ്കിൽ അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അവൾ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. അവളിങ്ങനെ നടക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞാൻ അറിയാതെ ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആവും, ഇതെങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോഴാണ് ഡോക്ടറുടെ വാക്കുകൾ മേഘയുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് കള്ളു കുടിക്കുന്ന ശീലമുണ്ടോ? അങ്ങനെയുള്ള സമയത്ത് നിങ്ങളെ ആരോ മിസ്യൂസ് ചെയ്തതായിരിക്കാനാണ് സാധ്യത. ഞാൻ അവസാനമായിട്ട് പവിത്രയുടെ ഗെറ്റ് ടുഗദർ പാർട്ടിയിലാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. ആ പാർട്ടിയിൽ വെച്ച് എനിക്കെന്തോ മോശമായ കാര്യം സംഭവിച്ചിട്ടുണ്ടാവുമോ? അവിടെ പോയി സംസാരിക്കുകയാണെങ്കിൽ അന്ന് എന്താണ് എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോവാം. മേഘ വേഗം തന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നിൽക്കുകയാണ്. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കാരണം തനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുള്ളത് അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോ വന്ന് നിർത്തിയപ്പോഴേക്കും ആ ഒരു പാർട്ടി ഹാളിലേക്കാണ് മേഘ പോകുന്നത്. അവസാനമായിട്ട് അവൾ ആ കൂട്ടുകാരിയുടെ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്ന, അതായത് സിദ്ധാർത്ഥ് രക്ഷിച്ചിട്ടുണ്ടായിരുന്ന അവളെ മദ്യപിച്ചെടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാളിലേക്കാണ് അവൾ വന്നിട്ടുള്ളത്. അവിടെ വന്നപ്പോൾ അന്നത്തെ ആ ഒരു ബെയറർ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ആൾക്ക് കോളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മേഘ അങ്ങോട്ടേക്ക് പോയിട്ട് അയാളോട് സംസാരിക്കുകയാണ്. സർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറയൂ മാഡം. ഒന്നുമില്ല, ഞാനൊരു ചെറിയ കാര്യം അന്വേഷിക്കാൻ വന്നതാണ്. പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘയ്ക്ക് ഓർമ്മയിലെടുത്തോളം മേഘ അയാളോട് പറഞ്ഞു കൊടുക്കുവാണ്. അവസാനം അന്ന് ആ പാർട്ടിയിൽ വെച്ചിട്ട് നടന്ന കാര്യങ്ങളുള്ള CCTV ഫൂട്ടേജിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. സോറി മാഡം, ഓണറോട് സംസാരിക്കാതെ CCTV ഫൂട്ടേജ് ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല. ഞാനിവിടെ കാത്തു നിന്നോളാം. നിങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ആ CCTV ഫൂട്ടേജ് ഒന്ന് വാങ്ങിത്തരണം. സർ, പ്ലീസ് സർ, ദയവ് ഇതൊന്ന് സഹായിക്കണം സർ. ശരി, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് ഓണറുമായിട്ട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോകുമ്പോഴൊക്കെ മേഘയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ് ഡോക്ടറുടെ വാക്കുകൾ. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുകയാണ്.
നിങ്ങളുടെ വയറ്റിൽ 62 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് ജീവിക്കുന്നതായിട്ട് സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അപ്പോഴേക്കും പിന്നീന്ന് വന്നിട്ട് അയാൾ മാനേജറെ വിളിക്കുകയാണ്. മാഡം, മേഘ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് CCTV ഫുട്ടേജ് തന്നോളാൻ മാനേജർ സർ ഇവിടുത്തെ ഓണർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഏത് ഫുട്ടേജാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് അയാൾ മേഘയെ വിളിക്കുകയാണ്. എന്നിട്ട് CCTV ഫുട്ടേജ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മേഘയും അയാളും ചേർന്നിട്ട് വീഡിയോസ് നോക്കുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പാർട്ടിയിൽ എൻട്രി ആയത് മുതലുള്ള എല്ലാ വീഡിയോസും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ, ഞാൻ പറയാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മേഘ ആ ഒരു ഫുട്ടേജ് കാണുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ആ പരിപാടി പങ്കെടുത്തതും അവർ ചേർന്ന് എല്ലാവരും ഡാൻസ് കളിച്ചതും അവസാനം മദ്യപിച്ച് ലക്ക് കെട്ട സമയത്ത് മേഘ തനിച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു മാനേജറോട് അവൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മേഘയ്ക്ക് അവളോട് തന്നെ വല്ലാത്ത പുച്ഛം തോന്നുകയാണ്. ഛേ, ഞാൻ ഇത്രയും മോശമായിട്ടാണോ പെരുമാറിയിട്ടുണ്ടായിരുന്നത്? മാനേജറുമായിട്ട് സംസാരിച്ചതും അവിടെ ബോധം കെട്ട് വീണതൊക്കെ മേഘ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൾക്ക് വല്ലാതെ അവളോട് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ താൻ മദ്യപിച്ചിട്ട് ചെയ്തോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്ന ഫുട്ടേജിൽ മേഘയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് മേഘ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി സിദ്ധാർത്ഥാണ് വന്നിട്ടുണ്ടായിരുന്നത്. സിദ്ധു വന്ന സമയത്ത് അവൻ അവളെ കൈകളിൽ കോരിയെടുത്തിട്ടാണ് താഴേക്ക് പോകുന്നത്. അത് കണ്ടപ്പോൾ മേഘ വല്ലാതെ അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. സിദ്ധു എന്താ എന്നെ ഇങ്ങനെ എടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവൾ ശരിക്കും സിദ്ധാർത്ഥിനെ കണ്ട ആ ഒരു ഷോക്കിലാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.